തിരഞ്ഞെടുത്തു. ദൈവപൈതലാ ജീവിക്കുവാൻ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ നമുക്ക് തന്ന ദൈവത്തിൻ്റെ സാവകാശത്തിനായി നന്ദി പറയാം. നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ കാരണം കൂടാതെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും, അല്ലെങ്കിൽ കാരണം കൂടാതെ പല പ്രശ്നങ്ങളുമായി പോകും. ഇതുപോലെ ഒരു സംഭവമാണ് ബൈബിളിൽ നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. എഫെസസ് എന്ന പട്ടണത്തിൽ ഒരു പട്ടണം മുഴുവനും കലഹത്തിലായിരിക്കുക. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ശരിയായ വിധത്തിൽ ആർക്കും അറിയത്തില്ല. ഒരാൾ പറഞ്ഞ കള്ളമാണ് ആ പട്ടണത്തെ ഇളക്കുവാനിടയായി തീരുന്നത്. അതിൽ യാതൊരുവിധ കഴമ്പുമില്ല. ഇതുപോലെ പലപ്പോഴും നമ്മളും ചില കാര്യങ്ങളില്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ സങ്കടപ്പെടാനും വിഷമിക്കാനും വേദനിക്കാനും ഒക്കെ ഇടയാകും. കാരണം പലപ്പോഴും നമ്മൾ കേട്ട തെറ്റായ ചില ചിന്തകളാണ്, അല്ലെങ്കിൽ തെറ്റായ ചില വാക്കുകളാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. പിശാച് പറയുന്ന കള്ളങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലോട്ട് കൊണ്ടുപോവുക, കലഹത്തിലേക്ക് കൊണ്ടുപോവുക, പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുക. അത് നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക നന്മയുള്ള ജീവിതത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19:28 വാക്യം. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫെസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് ആർത്തു. അടുത്ത വാചകം, പട്ടണം മുഴുവൻ കലഹം കൊണ്ട് നിറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? അവർ കോപം നിറഞ്ഞവരായി. 2, പട്ടണം മുഴുവൻ കലഹത്തിലായി, കലഹം കൊണ്ട് നിറഞ്ഞു. നിങ്ങൾ അതിന്റെ കാരണം ഒന്ന് കണ്ടെത്താവൂ. 24 വാക്യം മുതൽ നിങ്ങൾക്ക് വായിച്ചാൽ ഒരു കാരണം കാണാം. കാരണം എന്നാന്ന്? ഒരു തട്ടാന് ബിസിനസ് മോശമായി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, എന്നെ മോശമായി? ഒരു തട്ടാന് ബിസിനസ് മോശമായി. ബിസിനസ് മോശമായപ്പോൾ ഈ തട്ടാൻ എന്നെ ചെയ്തു? ആ ബിസിനസ് മോശമാകാൻ കാരണമായ പൗലോസിനെ കൊടുക്കാൻ ഇവനൊരു കള്ളം പറയുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇവന്റെ പരിപാടി വിഗ്രഹ കച്ചവടമാണ്. ഈ കച്ചവടം മോശമായതോടുകൂടെ പൗലോസിനെതിരെ തിരിക്കാൻ ഒരു കള്ളം പറയുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ കള്ളം കേട്ടപ്പോ ജെന്യുവിനാലിറ്റിയോ സത്യമോ അതിന്റെ യാഥാർത്ഥ്യമോ ഒന്നും ആളുകൾ അന്വേഷിക്കുന്നില്ല. കള്ളം പറഞ്ഞത് കേട്ടപ്പോ ആദ്യം എഴുതിയിരിക്കുന്നുണ്ടോ? അവർ രോഷാകുലരായി. പൗലോസെ അവർ രോഷാകുലരാകാൻ, ദേഷ്യം വരാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ? ഒരു കാരണവുമില്ല. പട്ടണം മുഴുവൻ ബഹളത്തിലായി, പ്രശ്നത്തിലായി. പട്ടണം മുഴുവൻ ബഹളത്തിലായപ്പോ നഗരാധിപൻ വന്ന് ചോദിക്കുക, എന്തിനാ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നേ? കാരണം എന്താണ്? കാരണമല്ല, നിങ്ങൾ അടികൂടിയാൽ നിങ്ങളെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇവിടെ ജയിലിലിടും. പക്ഷെ അവർ കലഹം ഉണ്ടാക്കുകയാണ്. പട്ടണം മുഴുവൻ കലഹത്തിലാകുകയാണ്. ഒരാളുടെ കള്ളമാണ് ആ പട്ടണം മുഴുവൻ കലഹത്തിലാക്കിയത്. നിങ്ങളുടെ വീട്ടിലെ കലഹത്തിന്റെ കാരണം എന്താ? എനിക്കറിയത്തില്ല നിങ്ങളുടെ വീട്ടിലെ കലഹം ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ കലഹത്തിന് കാരണം ഒരാളുടെ കള്ളം മാത്രം മതി.
ഒരു പട്ടണം മുഴുവൻ കലഹത്തിലായി എഴുതിയിരിക്കുന്നുണ്ട്. ഒരു പട്ടണം എന്ന് പറയുമ്പോൾ കൊല്ലം മുഴുവൻ ബഹളത്തിലും സമരത്തിലും ആകാൻ ഒരാൾ കള്ളം പറഞ്ഞാൽ നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ വേദപുസ്തകം പറയുന്നു, ലോകത്തിലെ ചരിത്രങ്ങൾ പറയുന്നു, ഒരാളുടെ കള്ളമാണ് ഇത് മുഴുവൻ ഉളവാക്കാൻ കാരണമായത്. എന്ന് പറഞ്ഞാൽ കള്ളം, പിശാച് വ്യക്തികളിലൂടെ സംസാരിക്കുമ്പോൾ അത് നമ്മളെ സ്വാധീനിച്ചിട്ട് നമ്മുടെ ബിഹേവിയറിൽ അത് സ്വാധീനം കൊണ്ടുവരും. ഇവിടെ കണ്ടോ, കാണാൻ കൊള്ളാം, തിന്നാൻ കൊള്ളാം, ഹല്ലേലൂയ, കണ്ണ് ജ്ഞാനം പ്രാപിക്കാൻ കൊള്ളാം, കണ്ടോ ചിന്ത വരുവാണ്. ഇവിടെ കണ്ടോ, ആളുകളുടെ ഉള്ളിലേക്ക് ദേഷ്യം വരുവാണ്, വിദ്വേഷം വരുവാണ്. കാരണം എന്തുവാ? ആരോ ഒരാൾ പറഞ്ഞ കള്ളമാണ്. ലോകത്തിലെ ആളുകൾ നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചർച്ചിൻ്റെ ഫേസ്ബുക്ക് നോക്കുകയാണ്. ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഞാൻ താഴോട്ട്, അതിനകത്ത് നമ്മൾ പ്രോഗ്രാം നോക്കുമ്പോൾ താഴോട്ട് എന്തൊക്കെയോ വരത്തില്ല, വീഡിയോസ് വരില്ലേ, കുഞ്ഞു കുഞ്ഞ്. ഞാനൊരു വീഡിയോ കാണുവാണ്. ഒരു പെങ്കൊച്ചിരുന്ന് പറയുന്നു, നിങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്കാണോ? നിങ്ങൾ 40-നും 60-നും വയസ്സിൻ്റെ ഇടയിലുള്ള ആളാണോ? രാത്രി 2 മണിക്ക് നിങ്ങൾ ആരോട് വർത്താനം പറയണമെന്ന് ചിന്തിച്ച് കുഴഞ്ഞിരിക്കുകയാണോ? ഇതാ വീഡിയോ കോളിൽ വിളിക്കൂ, പെമ്പിള്ളേർ റെഡിയാണ് നിങ്ങളോട് സംസാരിക്കാൻ. അടുത്ത വാചകം, വീഡിയോ കോളിലൊക്കെ വിളിക്കണേ കാശ് വേണ്ടേ? അടുത്ത വാചകം, ആ വിളിക്കുന്നതിന് 1 മിനിറ്റിന് 5 രൂപയേ ഉള്ളൂ, അല്ലെ 1 മിനിറ്റിന് 1 രൂപയേ ഉള്ളൂ, ഇപ്പോ ചേരൂ. പറയുന്നത് ഏതോ സിനിമ നടി, ഏതൊരു പെങ്കൊച്ചാണ്. കണ്ടിട്ട് നല്ല കാണാൻ കൊള്ളാം അവളെ. എനിക്ക് തോന്നുന്നു അവളെ ആർട്ടിസ്റ്റ് വല്ലതും ആയിരിക്കും. വിളിക്കുമ്പോൾ അപ്പുറത്ത് വന്ന ഒരു കിളി ശബ്ദം, ഇവന്റെ കിളി പോവും. ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും വിളിക്കുന്നേ. എന്തുകൊണ്ട്, എന്തിനായി രാത്രി ഇവിടെ പതിഞ്ഞ ശബ്ദത്തിൽ വികാരം ഉണ്ടാക്കുന്ന വാക്കുകൾ അവൾ സംസാരിക്കാൻ തുടങ്ങും. Are you listening? Yes. നിങ്ങൾക്ക് തോന്നി ഞാനൊരു തമാശ പറയാമെന്ന്, പക്ഷേ ഇറ്റ് സീരിയസ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, രാത്രിയിൽ പുതപ്പിന്റെ അടിയിൽ കിടന്ന് നിങ്ങൾ ഫോൺ വിളിക്കുന്ന കുഞ്ഞുങ്ങളാണ് എങ്കിൽ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ശബ്ദം കുറച്ച് പറയും. മെല്ലെ പറയാം കേട്ടോ. ആ മെല്ലെ പറയാം എന്ന് പറയുന്നത് കേൾക്കുന്നയാൾക്ക് സെക്ഷുവലായ വികാരം ഉണ്ടാകും. പിശാനറിയാം എങ്ങനെ പ്ലേ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ രാത്രി മണിക്ക് ഉറങ്ങാതിരിക്കുമായിരിക്കും. കെട്ടിയോ വിളിച്ചില്ല, കെട്ടിയോ വിളിച്ചപ്പോ ഭയങ്കര ബഹളം, അങ്ങനെ അടിയുണ്ടാക്കി വെച്ചു. അങ്ങനെ അവിടുത്തെ നാട്ടിലെ പ്രഷർ കാരണമായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ആ വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്തുവാ ഉറക്കത്തിൽ നിന്നായിരിക്കും കേട്ട് കാണുക. നീ എന്തോടി വിളിച്ചിട്ട് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു കാണും. മുന്നോട്ട് പോയി 2 മണിയായപ്പോൾ അടി കിടക്കുക. അപ്പോഴാണ് എന്നെ വിളിക്കൂ, ഞാനതാ റെഡി എന്ന് പറഞ്ഞ് വേറൊരാൾ വിളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. Are you listening? Amen. Lie of the devil. നിങ്ങളൊരു ദൈവദാസനെ, എന്നെ നിങ്ങൾ ആരും വിളിച്ചാൽ കിട്ടത്തില്ല. 10 മണിക്ക് ശേഷം വിളിക്കരുത്, അല്ലെ 8 മണിക്ക് ശേഷം വിളിക്കരുത്. എന്തിനാ നിങ്ങൾ വിളിക്കുന്നത്? നേരം വെളുത്തിട്ട് വിളിക്കണം. അങ്ങനെ ചാവാൻ പോവുകയാണെങ്കിൽ വിളിച്ചോ. നിങ്ങൾ ചാവാൻ പോകത്തില്ലല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ. Are you listening? വ്യക്തികളെ പിശാച് നേരിട്ട് വന്ന് സംസാരിക്കാറില്ല, വ്യക്തികളിലൂടെയാണ് പിശാച് സംസാരിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഒരു പെങ്കൊച്ചനോട് പറയുവോ, കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിക്കുമ്പോൾ 18, 19 വയസ്സേ ഉള്ളൂ, പ്രേമത്തിലാണ്. ഓടിപ്പോ നിൽക്കുന്ന സമയത്ത് അപ്പനും അമ്മയും പിടിച്ചുകൊണ്ട് വന്ന് എന്നോട് സംസാരിക്കാൻ എഴുതിയിരിക്കുവോ. കണ്ടപ്പോൾ ഒരു കൊച്ചു എനിക്ക് അതിനോട് സംസാരിക്കാൻ തോന്നി. കാരണം എൻ്റെ മോളുടെ പ്രായമേ ഉള്ളൂ. ഞാൻ ഉള്ളിൽ വിളിച്ചു, എന്താ പോകുന്നത്? ഞാൻ ചോദിച്ചത്, ആ ചെറുക്കൻ ശരിയാണെന്ന് എനിക്കറിയാം. അവള് പറഞ്ഞു അവന് 2 പ്രേമം ഉണ്ടായിരുന്നു, 2ഉം തേച്ചു വെച്ച് പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തേക്കരുതെന്ന് അവൻ നേരത്തെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രേമിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, ആദ്യത്തെ പ്രേമം അവൻ്റെ ഇന്ന ആളായിരുന്നില്ല. അവള് പറഞ്ഞു, അത് ബ്രദറിന് എങ്ങനെ അറിയാം? അത് കർത്താവ് കൃപയാൽ വെളിപ്പെടുത്തിയതാ. 2ാമത്തെ പ്രേമത്തിൽ ഇവിടെ വെച്ചല്ലേ വഴക്കൂടി പറഞ്ഞ്. അവള് പറഞ്ഞു, അതും കറക്റ്റ്, അത് എന്നോട് പറഞ്ഞു. 2 പെങ്കൊച്ചുങ്ങളെ അവൻ സെക്ഷലി ഉപയോഗിച്ചിട്ട് ഉപേക്ഷിച്ചതാ. നിങ്ങൾ ആർ യു ലിസണിങ് ടു മീ? 3ാമത്തേനെ വിളിച്ചുകൊണ്ട് വന്ന് നിൽക്കുവോ. അപ്പം ഞാൻ ചോദിച്ചു, നീ അതിനോട് പോകണ്ട. അപ്പയും അമ്മയും പറഞ്ഞില്ല ഇത് എനിക്ക് ശരിയല്ല എന്ന് ഇടയ്ക്ക് തോന്നും, അപ്പം വേണ്ടാന്ന് പറയും. അപ്പം അടുത്ത വാചകം അവള് പറയുവോ, നിങ്ങൾ വേണ്ടാന്ന് നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. ആരാ? ചെറുക്കൻ പറഞ്ഞിരിക്കുവോ. അവൾ അവൻ്റെ ആത്മഹത്യ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ കൊച്ചു വിചാരിക്കുന്നത് എങ്കിൽ നശിച്ചതിൻ്റെ കൂടെയാണെങ്കിലും പോയേക്കാം, അവൻ ചാവുണ്ടല്ലോ, കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതൊക്കെ വല്ലതും തോന്നുമോ?
കുറച്ചു ദിവസം കഴിഞ്ഞാൽ വല്ലതും തോന്നുമോ? ഇങ്ങനെയൊക്കെ തോന്നത്തില്ലല്ലോ. മരിച്ചാ മതി, ഞാൻ ചത്തുകളയും, എനിക്ക് ആരോ ഉള്ളത്. ഒരാളപ്പുറത്തിരുന്ന് കരയാണ്. പിശാചിന്റെ തന്ത്രങ്ങളുടെ വിധമാണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ലൈ ഓഫ് ദ ഡെവിൾ, പിശാചിന്റെ സൂത്രമാണ്. നിങ്ങളായിരിക്കുന്ന ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് നിങ്ങളെ ഒന്ന് തിരിക്കാൻ പിശാച് ഉപയോഗിക്കുന്നത് വ്യക്തികളെയാണ്. വ്യക്തികളിലൂടെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണ് അവൻ നിങ്ങളെ പറ്റിക്കുന്നത്. നിങ്ങളാരും എൻ്റെ കൂടെ എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, രാത്രി 2 മണി ഒറ്റയ്ക്കാണ് കേട്ടോ. ആരെങ്കിലും ഒക്കെ പറഞ്ഞെന്ന് വരാം. പറ, ആരെങ്കിലൊക്കെ പറഞ്ഞെന്ന് വരാം. നിങ്ങളാരും ഇവിടെ ലോകത്തല്ലേ? ലോകത്തിലൊന്നുമല്ലേ ജീവിക്കുന്നേ? ഇതൊക്കെ സാധാരണ കാര്യമാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ അറിഞ്ഞോണം, ആ രാത്രി 2 മണി എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണ്. ആ രാത്രി 2 മണി എന്ത് ചെയ്യുവാ? വേദപുസ്തകത്തിന്റെ ഭാഷ ഞാൻ പറയാം. സങ്കീർത്തന സദൃശവാക്യം പറയുന്നത്, പക്ഷി കുടുക്കിലേക്കെന്നറിയാതെ കുടുക്കിലേക്ക് ചെല്ലുന്നത് പോലെ. കാളയെ കൊല്ലുന്നവനെ കാളയ്ക്ക് അറിഞ്ഞുകൂടല്ലോ, അവനെ അറക്കാൻ കൊണ്ടുപോകാന്ന് അറിയുന്നില്ലല്ലോ. അറക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാതെ പോകുന്നത് പോലെയാണ് നിങ്ങൾ പലരും പലതിനെയും കൂടെ പോകുന്നേ. അവസാനം അത് നിന്നെ സ്ലോട്ടർ ചെയ്യും, കട്ട് ചെയ്യും, കൊന്നുകളയും. വേദപുസ്തകത്തിന്റെ ഭാഷ, കരളിൽ അമ്പ് തറയ്ക്കുന്നത് വരെ. കരളെന്നേ വിളിക്കത്തുള്ളൂ, പക്ഷെ അമ്പ് കയറുമ്പോഴേ കരള് വിളരത്തുള്ളൂ. Be serious. Don't listen to the devil's voice. പിശാച് സംസാരിക്കുന്നത്, ശ്രദ്ധിക്കൂ, അത് വ്യക്തികളിലൂടെയാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ അല്ലേ? ഒരു സംഭവം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് വരാം. 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇതാ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരാൾക്ക് 10-12 മക്കളുണ്ട്. അതിൽ 11-ാമത്തെ പേരാണ് ജോസഫ് എന്ന് പറയുന്നത്. ജോസഫിനെ അപ്പനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ബാക്കി സഹോദരന്മാർക്കല്ല ഇവനോട് അസൂയ തോന്നി. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവനെ പിടിച്ച് പെട്ടക്കിണറിലിട്ട് പൊത്തിഫേർ എന്ന് പറയുക, അല്ലെങ്കിൽ അടിമ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞു. ആർ യു ലിസണിങ് ടു മീ? എന്നിട്ട് അപ്പന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ആരോ ഏതോ കാട്ടുമൃഗവനെ കൊന്നുകളഞ്ഞെന്ന്. എങ്ങനെയാ അവർ ചെയ്തെന്നറിയോ? അവന്റെ മേളിലെ വസ്ത്രം ഊരിയെടുത്തിട്ട് ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ മേൽ രക്തം ഒഴിച്ചിട്ട് ആ തുണിയുമായിട്ട് അപ്പന്റെ അടുക്ക ചെന്നിട്ട് ചോദിച്ചു, ഇത് നമ്മുടെ അനിയന്റെ ഉടുപ്പ് തന്നെയല്ലേ? എങ്ങനെ ഉണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്കുക. ആ ക്രൂരത ഒന്ന് ചിന്തിച്ചു നോക്കുക. അവർ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ മോന്റെ വസ്ത്രമായത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ പറഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ പ്രതികരണം ഒന്ന് ശ്രദ്ധിച്ച്. 35-ാമത്തെ വാചകം, അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. അവൻ ആശ്വാസം കൈക്കൊള്ളാൻ വഴിയായിരുന്നു. ദുഃഖം കൊണ്ടുവന്നത്, ആ ദുഃഖം വന്നത്, ആ ആശ്വാസം കൈക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായത് സത്യമായിരുന്നു, വാസ്തവത്തിലായിരുന്നില്ല, കള്ളമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ ആശ്വാസം കൈക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം പറയുന്നു കേട്ടോ, അവന്റെ പ്രത്യാശ നഷ്ടപ്പെടുകയാണ്. അവൻ പറയുവാ, ഞാൻ ഇങ്ങനെ തന്നെ മരിച്ചു പോകും. ഹല്ലേലൂയ. നിങ്ങൾ ആ വാചകം ശ്രദ്ധിച്ചേ. ഞാൻ ഇങ്ങനെ തന്നെ മരിച്ചു പോകും, ഞാൻ ഇങ്ങനെ തന്നെ പാതാളത്തിൽ പോകും. നിങ്ങൾ സ്വർഗത്തിൽ പോവല്ല ചെയ്തത് കേട്ടോ. ഇങ്ങനെ തന്നെ ഞാൻ മരിച്ചു പോകും, ഇങ്ങനെ തന്നെ ഞാൻ മരിച്ചു പോകും. ഈ ദുഃഖത്തോടെ എൻ്റെ ജീവിതം തീരുകയാണ്. ആ ദുഃഖം വാസ്തവത്തിൽ ജെന്യുവനായിരുന്നോ? സത്യമായിരുന്നോ? അല്ലായിരുന്നു, കള്ളമായിരുന്നു. നിങ്ങൾ ഒരു വാചകം കൊണ്ട് ശ്രദ്ധിക്കാം. അതിന്റെ 42-ാം അധ്യായം 36-ാമത്തെ വാചകം, അവന്റെ അപ്പനായ യാക്കോബ് അവനോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കാവോ? ജോസഫില്ല, ശിമിയോനുമില്ല, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലമാണ്. യാക്കോബേ, നിനക്ക് വല്ല പ്രതികൂലമുണ്ടോ? സത്യത്തിൽ ഇല്ലെന്നേ. പക്ഷെ ആരോ ഒരാൾ പറഞ്ഞതിൻ്റെ റിഫ്ലക്ഷൻ, ആരോ ഒരാൾ പറഞ്ഞതിൻ്റെ സ്വാധീനം, ഇവൻ പറയുക എനിക്കെല്ലാം പ്രതികൂലമാണ്. കള്ളമാണ്. ആ കള്ളം കേട്ടതിനെ പ്രതികരിക്കുകയാണ്. ആ കള്ളം വിശ്വസിച്ചപ്പോൾ തന്നെ സ്വാധീനിക്കുകയാണ്. തൻ്റെ ബിഹേവിയർ മാറുകയാണ്, തൻ്റെ ജീവിതം മാറുകയാണ്, തൻ്റെ ചിന്ത മാറുകയാണ്. മരിച്ചാൽ മതി എന്ന് പറയുന്നു, കുഞ്ഞുങ്ങളില്ലാത്തവനായി പാതാളത്തിൽ പോകുന്നു പറയുന്നു, എല്ലാം എനിക്ക് പ്രതികൂലം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ജെന്യുവനാണോ ഈ കാര്യം? അല്ലെന്നേ, കള്ളമാണേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദഹൃദയ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ലിസൺ,
പിശാച് നിങ്ങളെ വഞ്ചിക്കുന്നത് ഇങ്ങനെയാണ്. പിശാചിന്റെ സൂത്രങ്ങൾ ഇങ്ങനെയാണ്. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിങ്ങൾ വീണുപോകരുത്. വ്യക്തികളിലൂടെ അവൻ നിങ്ങളോട് സംസാരിക്കും. അത് ജെന്യുവനാണെന്ന് പോലും അന്വേഷിക്കാതെ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളെ അത് പിശാചിടുന്ന ട്രാപ്പിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഒപ്പത്തെങ്കിലും ഒരു നല്ല ഹാലോലിയ പറഞ്ഞാൽ ഹല്ലേലൂയ. 2 വാചകം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ ചർച്ച പഠിപ്പിക്കാറുള്ള ഒരു വാചകമോ, നിങ്ങൾക്ക് എല്ലായിടത്തും ജയം ഉണ്ടാവും. നിങ്ങളെല്ലാം ഇപ്പോഴും ജയിക്കും. കാരണം ബൈബിൾ അങ്ങനെ പറയുന്നത്, ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചതാണെന്ന് എഴുതിയിരിക്കുന്നത് ബൈബിള്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, നീ ജയിക്കാൻ വേണ്ടി എന്തിരിക്കുവോ? ജയിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുവോ? അങ്ങനെ ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ജയിക്കാൻ വേണ്ടിയാ. പക്ഷെ നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഇത് പറഞ്ഞോ, ആ ആള് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാം ഇപ്പോഴും അങ്ങ് ജയിക്കാൻ പറ്റുമോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, എല്ലാം ഇപ്പോഴും അങ്ങനെ ജയിക്കാൻ പറ്റുമോ? ആ പാസ്റ്ററിനൊക്കെ സ്റ്റേജിൽ നിന്ന് പറയാം, എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റുമോ? എല്ലാ കാര്യം സക്സസ് ആയ മനുഷ്യന്റെ ഒക്കെ സ്ഥിതി എന്തുവോ? ശ്രദ്ധിച്ചേ, എല്ലാ കാര്യങ്ങളും സക്സസ് ആയ മനുഷ്യന്റെ ഒക്കെ സ്ഥിതി എന്തുവോ? അങ്ങനെയൊന്നും എല്ലാ കാര്യവും സക്സസ് ആവും. മനുഷ്യനാണെങ്കിൽ താറ്റവും ഉയർച്ചയും കയറ്റവും ഉയർച്ചയും ഇങ്ങനെ കയറ്റവും ഉയർച്ചയും തലയിൽ വെച്ചിരിക്കുവോ? ഇപ്പോ എവിടെ നിന്നാണ് ഈ കയറ്റവും ഉയർച്ചയും കിട്ടിയ? അതെനിക്കറിയത്തില്ല. ബൈബിളിലുണ്ടോ? അതുമില്ല. പിന്നെ എവിടെ നിന്നാ കിട്ടിയ? നാട്ടുകാർ പറഞ്ഞതാ. കയറ്റവും ഉയർച്ചയും ഉയർച്ചയിലാണോ താഴ്ചയിലാണോ എനിക്കറിയത്തില്ല ഇപ്പോ. പക്ഷെ വേദപുസ്തകം പറയുന്നത്, നീതിമാന്റെ പാത നട്ടുച്ച പോലെ ഓരോ ദിവസവും ഉയർന്ന് പ്രകാശമുള്ളത്. അതാ ബൈബിൾ പറയുന്നേ. പക്ഷെ തലേ കയറ്റി വെച്ചിരിക്കുന്ന വേറൊരു കള്ളമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, തലേ കയറ്റി വെച്ചിരിക്കുന്ന വേറൊരു കള്ളമാണ്. ഞാൻ പലപ്രാവശ്യമോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, എടാ ഒരു അരമണിക്കൂർ മുമ്പ് നിന്നെ പ്രസവിച്ചിരുന്നെങ്കിൽ നിന്റെ നാള് വേറെ ആയിപ്പോയെന്ന്. ഞാൻ ഇന്നാണേ പറഞ്ഞേനെ, അത് കീറി അങ്ങ് എടുത്തുകൂടായിരുന്നു, കറക്റ്റ് ടൈമിങ്ങിൽ എടുത്താൽ പോരായിരുന്നു, വെച്ചുകൊണ്ടിരിക്കണമായിരുന്നു. പ്രസവവേദനയൊന്നും വേണ്ടല്ലോ, കത്തിയിരിക്കുമല്ലേ. എന്നിട്ട് കൂട്ടത്തിൽ പറയും, അയ്യോ ആ സമയത്ത് ഒരു കൊച്ചുണ്ടായി, ഒരു ആൺകൊച്ചാ, പക്ഷെ മുടന്തനായി പോയെന്ന്. ആ സമയത്ത് നല്ല കൊച്ചുകൾ എന്ത് ചെയ്യത്തില്ല? ജനിക്കത്തില്ല. എന്നാ പരിപാടി? അത് കേട്ട് വിശ്വസിക്കാൻ തയ്യാറാ. ദൈവം അപ്പൊ നല്ല സമയത്ത് ഒറ്റ ഒരുതിനെ ഇവിടെ ജനിപ്പിക്കുന്നില്ല, എല്ലാം ചീത്ത സമയത്താണ് ജനിപ്പിക്കുന്നത്. ഇത് കേട്ട് വിശ്വസിച്ച മണ്ടന്മാരായി പോയല്ലോ നിങ്ങള്. നേരം വെളുത്ത് ഉദയ സമയത്ത് പ്രസവിച്ച നല്ലത്, രാത്രി സമയത്ത് പ്രസവിച്ചാ തീർന്നത്. നിന്നെ എപ്പോഴാ പറ്റത് അറിയാവോ? രാത്രിയിലോ നേരം വെളുത്തോ? എന്തൊന്നും മിണ്ടാത്തെ? അർദ്ധരാത്രിക്കാണെങ്കിൽ അതിനേക്കാ വലുത്. ഇതൊന്നും ഇല്ലേ ഇവിടെ? കൊല്ലത്തൊന്നും ഇങ്ങനെ സാധനം ഇല്ലേ? കുര്യൻ ബ്രദറെ, കൊല്ലത്തൊന്നും ഇങ്ങനെ ഇല്ലേ? ബന്ധുസ്ഥ അങ്ങനൊന്നും ഇല്ലേ? ഉണ്ട്. അപ്പം പറയുന്നത് അർദ്ധരാത്രിക്ക് അവന്റെ ജനനം ഉണ്ടോ? ഇത് തലേ കയറ്റി വെച്ചിരിക്കുക. പിശാച് നിങ്ങളോട് ഇങ്ങനെ പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേട്ടെ. എൻ്റെ അമ്മ എന്നിട്ട് എന്നോട് കൂടെ പറയുമായിരുന്നു, എടാ നിന്റെ രാജയോഗോ വിശ്വാസത്തിൽ വന്ന് ശുശ്രൂഷനായിരിക്കുന്നതിനിടയിൽ എൻ്റെ അമ്മയുടെ അമ്മ പറയുന്ന വാചകോ, ഈ വർഷം മുതൽ ആ വർഷം വരെ നിനക്ക് രാജയോഗോടാന്ന്, അത് കഴിഞ്ഞാൽ തീർന്നടാന്ന്. എനിക്ക് വന്ന ഒരു ബഹളം നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? They are controlled by some evil understanding. അവരുടെ തലയിൽ ആരോ പറഞ്ഞിരിക്കുന്ന കള്ളത്തരങ്ങള് അവരുടെ ഉള്ളിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ രാജയോഗം തുടങ്ങിയത് ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞ ദിവസം മുതൽ. യഥാർത്ഥത്തിൽ നമുക്കറിയാം യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന്. പക്ഷേ യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബിൻ്റെ മക്കൾ തന്നോട് പറഞ്ഞ ജോസഫ് മരിച്ചുപോയി എന്ന് പറഞ്ഞ ആ ഒരു കള്ളം കാരണം യാക്കോബിന് വർഷങ്ങൾ നഷ്ടമായി. അവൻ്റെ ജീവിതത്തിൽ അതോർത്ത് വിഷമിക്കുവാനിടയായിത്തീർന്നു. അത് കാരണം അടുത്തൊരു കാര്യം കൂടെ മുൻപിൽ വരുമ്പോഴത്തേക്ക് പറയുകയാണ്, എനിക്കെല്ലാം പ്രതികൂലമാണ്, ഞാൻ
ഇങ്ങനെ മരിച്ചു പോകും, ഞാൻ ഇങ്ങനെ ഇല്ലാതായി പോകും, എനിക്ക് എല്ലാം നഷ്ടമാവുകയാണ്, ഞാൻ ഇങ്ങനെ നശിച്ചു പോകുന്നു, പലതും പറയുകയാണ് യാക്കോബ്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല സംഭവിക്കുന്നത് യാക്കോബിൻ്റെ ജീവിതത്തിൽ. പലപ്പോഴും നമ്മുടെ ലൈഫിലും ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പലപ്പോഴും നമ്മുടെ മുൻപിലായിരിക്കുന്ന ചില കാര്യങ്ങളെ നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ ചിലതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് വലിയൊരു ഉദ്ദേശമുണ്ട്. അത് നിങ്ങളുടെ ദോഷത്തിനായിട്ടുള്ളതല്ല, നിങ്ങളുടെ അനുഗ്രഹത്തിനായിട്ടുള്ളതാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. പറഞ്ഞാട്ടെ. ഈ അമ്മ നമ്മുടെ മുമ്പിൽ വലിയൊരു സാക്ഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അമ്മയുടെ പേര് അമ്മിണി, കോട്ടയത്ത് നിന്ന് വരുന്നു. ഈ സിസ്റ്റർ നമ്മുടെ ചർച്ചിലെ ഒരു ലീഡറിൻ്റെ അമ്മയാണ്. സിസ്റ്ററിനെ പ്രഷർ കൂടിയതിനെ തുടർന്ന് ഹോസ്പിറ്റലിലായിരുന്നു. ഒരു സൈഡ് ചുണ്ടിൻ്റെ ഒരു സൈഡ് കോടിപ്പോയി, കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോയി. ഡോക്ടർമാർ കാണിച്ചപ്പോൾ പറഞ്ഞത് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ തുളർന്നു പോകുന്നു എന്നാണ്. എന്നാൽ ആ സിസ്റ്റർ നമ്മുടെ കഴിഞ്ഞ പബ്ലിക് മീറ്റിങ്ങിന് ഇവിടെ കടന്നു വരുവാനിടയായി. അന്ന് ബ്രദർ പ്രാർത്ഥിച്ചു, പൂർണ്ണമായി സൗഖ്യമായി. അമ്മയ്ക്ക് പ്രഷർ കൂടിയതിനെ തുടർന്ന് എന്താണ് സംഭവം? ഒരു സൈഡ് കോടിപ്പോയി, ഒരു വശം കോടിപ്പോയി, ഇങ്ങോട്ട് കോടിപ്പോയി. കണ്ണ് ചരക്കാൻ പറ്റിയത്തില്ല. ഈ കണ്ണിന് ഭയങ്കര വേദനയായിരുന്നു, ചരക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ കണ്ണ് തള്ളിപ്പോയി, ഇങ്ങോട്ട് തള്ളി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയി. കണ്ണ് ചലിക്കത്തില്ല, കണ്ണ് പുറത്തോട്ട് വന്നു. ശരി, അങ്ങനെയാണോ അമ്മ ഇവിടെ വന്നേ? ഇവിടെ വന്നത് അങ്ങനെയാ. നിങ്ങൾ ആരും കൈയടിക്കുന്നില്ലല്ലോ. എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ അമ്മയുടെ കണ്ണിന്റെ ചലനശേഷി പോയി. ഈ സൈഡിൽ നിന്ന് കണ്ണ് തള്ളിപ്പോയി, ഒരു സൈഡ് തളർന്നുപോയി. അങ്ങനെയാണ് അമ്മ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് ഒരു പ്രശ്നം കാണാനും ഇല്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇദ്ദേഹത്തിന്റെ കൂടെ ആരാ വന്നിട്ടുള്ള? ആരെങ്കിലും വന്നിട്ടുണ്ടോ? മോള് ഇവിടുത്തെ ലീഡർ ആണല്ലേ? പിന്നെ അമ്മയാണ്. നിങ്ങളുടെ അമ്മയാണ്? മണിച്ചേട്ടന്റെ അമ്മ. മണിച്ചേട്ടന്റെ അമ്മ. എങ്ങനെയായിരുന്നു? കണ്ണ് പുറത്തോട്ട് തള്ളി എന്ന് പറയുന്നത്? അനക്കം ഇല്ലായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ കണ്ണ് അനങ്ങണില്ല, കീറി ഒരു സൈഡ് മൂക്ക് വരെ ഇങ്ങനെ ചെരിഞ്ഞു പോയായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ഇവിടെ കൊണ്ടുവന്ന്, എനിക്കറിയാം ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലേ, ദിവ്യ വൈദ്യനും ഔഷധമായ യേശുവിന്റെ കരങ്ങളിലാണ് ഇവിടെ കൊണ്ടുവന്ന്. അമ്മ ഇപ്പൊ സുഖം പ്രാപിച്ചു. ഞങ്ങൾ ചർച്ചിൽ ഭയങ്കര കാര്യമാണ് കേൾക്കുന്നത്. കണ്ണ് പുറത്തോട്ട് തള്ളിപ്പോയി, കണ്ണിന്റെ ചലനശേഷി പോയി. ആ ആള് ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നണില്ല കണ്ടിട്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷമായിട്ട് പോയട്ടെ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് അമ്മയ്ക്ക്. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്, പറഞ്ഞു. കഴിഞ്ഞ മീറ്റിങ്ങിൽ ബ്രദർ സ്റ്റേജിന്റെ മുകളിൽ നിന്നിട്ട് അമ്മയോട് പറഞ്ഞു, പൊക്കളിന്റെ മേളിലെ തടിപ്പുള്ള ഒരാളെ ദൈവം സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ആ സിസ്റ്റർ പൊക്കളിന്റെ മുകളിൽ കൈവച്ച് തടുപ്പുണ്ടായിരുന്നു അമ്മയ്ക്ക്. ഉണ്ടായിരുന്നു. ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു, പൊക്കളിന്റെ മുകളിൽ തടിപ്പുള്ള ആരുണ്ടെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അമ്മ അതുപോലെ പ്രാർത്ഥിച്ചു. അപ്പൊ ആ നിമിഷം തന്നെ അതിന് സൗഖ്യമായി എന്ന് പറയുന്നത്. പൊക്കളിന്റെ മേളിൽ തടിപ്പുണ്ടായിരുന്നു. എത്ര വലിപ്പുണ്ടായിരുന്നു? വീതിയുള്ളതായിരുന്നു. അത് മാറിപ്പോയി. സന്തോഷമായിട്ട് പറയട്ടെ. ദൈവം ചെയ്ത ഓരോ നന്മകൾക്കായി നന്ദി പറയാം. കർത്താവ് നമ്മളോട് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അവൻ നമ്മളെ കേൾക്കുന്നുണ്ട്, അവൻ നമ്മളെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് ചെറുതായിരിക്കാം, ഒരുപക്ഷെ അത് വലുതായിരിക്കാം. ഏത് തന്നെയാണെങ്കിലും അവൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, കരുതുന്നൊരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. അവനെന്നെ സൂക്ഷിപ്പാൻ മതിയായവനാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ചില തെറ്റായ വാക്കുകളാണ് ചിലരുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നത്. തെറ്റായ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നതാണ് ചില തെറ്റായ തീരുമാനങ്ങൾ കർത്താവേ. എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. അത് ദൈവത്തിൻ്റെ ഹിതം തന്നെ ലൈഫിൽ നിറവേറേണ്ടതാണ്. അതാണ് ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. പലപ്പോഴും അത് മനസ്സിലാക്കാതെ പിറുപിറുത്തും വേദനിച്ചുമായിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് പലരുമായിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവസ്നേഹം അനുഭവിക്കുന്ന, കർത്താവിനോട് ചിലത് സംസാരിക്കുന്ന, അവനിൽ നിന്ന് കേൾക്കുന്ന ഒരു അനുഭവത്തിൽ
കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ, ഈ കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ. നന്ദി പറയുന്നു കർത്താവേ. ഹലോ റൂഷേക്കൊലോ ധരേശകരം ധരേക്കുറു. എനിക്കൊരു വീട് കാണാം. ആ വീട്ടിൽ വെള്ളയാണ് പൂശിയിരിക്കുന്നത്. മൊത്തം ഒരു റൂമാണ് കാണുന്നത്. ഫ്രണ്ടിലത്തെ ഒരു ഹാളാണ്, നല്ല പൊക്കത്തിലുള്ളൊരു ഹാളാണ്. ആ വീട്ടിൽ ശരിയായ വിധത്തിൽ അലങ്കരിച്ചിട്ടല്ലായിരിക്കുന്നത്, സെറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ആ വീട്ടിലൊരു കലഹം നിൽക്കുന്നത് കാണാം, ഒരു കലഹം നിൽക്കുന്നത് കാണാം. സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം ആ വീട്ടിലുള്ളത് കാണാം. ഒരു നിറവില്ലാത്ത വീട് കാണാം. പുതിയൊരു വീടാണ്, പക്ഷേ വേണ്ട വിധത്തിലൊരു നിറവും ആ വീട്ടിലില്ല. ആ വീട്ടിലെ വ്യക്തികൾ സന്തോഷത്തോടെയല്ല ഇരിക്കുന്നത്. ഇരുട്ടിൽ തപ്പി നടക്കുന്ന ആളുകളെ പോലെ പലതും അന്വേഷിച്ചിട്ടാണ് ആയിരിക്കുന്നത്. വീടെന്ന സന്തോഷം അനുഭവം അവിടെയില്ല. എന്നാൽ കർത്താവ് ആ വീടിനെ മാറ്റുകയാണ്, അതിൻ്റെ മുഖത്തെ മാറ്റുകയാണ്, അതിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുകയാണ്. കർത്താവ് ആ വീടിനെ കരുതുകയാണ്. അപ്പാ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം അപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ആ കുടുംബം അനുഗ്രഹത്തോടെ നന്മയോടെ ആകട്ടെ. ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ ആകട്ടെ. ആ വീട്ടിലെ സാഹചര്യങ്ങൾ അനുഗ്രഹത്തോടെ ആകട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി യേശുവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. ഈ കുടുംബങ്ങളെല്ലാം ദൈവിക നന്മയിലേക്ക് വരട്ടെ അപ്പാ. ഈ കുടുംബങ്ങളെല്ലാം ദൈവിക അനുഗ്രഹത്തിലേക്ക് വരട്ടെ അപ്പാ. ഹലോ റൂഷേക്കറും തെരേക്കറു. എനിക്കൊരു അമ്മയെ കാണാം. ആ അമ്മ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, അനുഭവത്തിലേക്ക്, അതായത് ശരിയായ വിധത്തിൽ ആ അനുഭവത്തിലല്ല ആയിരിക്കുന്നത്. എന്നാൽ കർത്താവിനെ അറിയുവാനിടയായി. ആ ദൈവസ്നേഹത്തെ അനുഭവിക്കാൻ കൂടുതൽ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. ആ അമ്മയെ കർത്താവ് തൊടുന്നത് കാണാം. കുറച്ച് വണ്ണമുള്ള ഒരു ശരീരപ്രകൃതിയാണ്. ആ അമ്മ നടുക്കുന്ന് ഭാഗത്ത് മുടി ചീവിയിടുകയാണ് ചെയ്യുന്നത്. ആ അമ്മയുടെ ലൈഫിൽ കർത്താവ് ചില നന്മകളെ കൊണ്ടുവരുന്നത് കാണാം. തൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ കർത്താവ് ആ അമ്മയ്ക്ക് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ദൈവിക നന്മകൾ അമ്മയിൽ കർത്താവ് നിറയ്ക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവിക നന്മകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ അപ്പാ. ദൈവിക നന്മകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ അപ്പാ. എൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നന്മയിൽ നമുക്ക് ഓരോ ദിവസമാകാം. ഗോഡ് ബ്ലെസ് യു.